ഞാൻ പ്രതീക്ഷിക്കുന്ന അവരുടെ അവസാന കണക്ക് വരുമ്പോൾ 70 ക്രോസ് ചെയ്യുമെന്ന് തന്നെയാണ്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു ട്രെൻഡാണ് രാവിലെ മുതൽ തന്നെ കാണുന്നത്. ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ നമ്മൾ ഒരു 40-42% ക്രോസ് ചെയ്തിരുന്നു 1 മണി കഴിഞ്ഞപ്പോൾ തന്നെ. പിന്നെയും പിന്നെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തകൃതിയായി തന്നെ പോളിംഗ് പുരോഗമിക്കുന്നതാണ് കണ്ടത്. ചില ബൂത്തുകളിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില ബൂത്തുകളിൽ പിന്നെ യന്ത്ര തകരാറടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടിയും വളരെ ആവേശകരമായ വോട്ടിങ്ങിനാണെന്ന് പാലക്കാട് നിയമസഭ സാക്ഷ്യം വഹിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ കഴിഞ്ഞ തവണത്തെ ഓൾമോസ്റ്റ് അതിനടുത്ത് എത്തുന്ന ഒരു പോളിംഗ് പെർസെൻറ്റേജിലേക്ക് തന്നെ വരും. എനിക്ക് തോന്നുന്നു 2021 73% പോളിംഗ് പെർസെൻറ്റേജ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 75% അല്ലേ, 75%. 75.27. അപ്പോൾ 75.27 എത്തിയില്ലെങ്കിൽ കൂടിയും 70 ക്രോസ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ സുജയ ആൻഡ് സ്മൃതി, ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത് 3 മുന്നണികളും ശരിക്കും പറഞ്ഞാൽ ആത്മവിശ്വാസത്തിലാണെങ്കിലും ആശങ്കയിലുമാണ് എന്നാണ്. ആശങ്കയിലാണ്. അവർക്ക് ഈ അവസാന നിമിഷത്തെ ഒരു ബഹളവും തർക്കവും ഒക്കെ എന്തൊക്കെയോ സൂചനകൾ 3 കൂട്ടർക്കും ലഭിച്ചതിൻ്റെതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോഴും പലയിടത്തും നീണ്ട ക്യൂ ഉണ്ട്. അപ്പോൾ ആ ക്യൂവിലുള്ളവർക്ക് വോട്ട് ചെയ്യാം. അവർക്ക് ടോക്കൺ നൽകി തുടങ്ങിയിരിക്കുന്നു. 75.27% ഒരുപക്ഷെ എത്തില്ലായിരിക്കും, പക്ഷേ 70 ക്രോസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ പ്രചാരണത്തിലെ ചൂടും കണ്ടപ്പോൾ അത് കടക്കുമെന്നായിരുന്നു നമ്മൾ കരുതിയത്. അതിലേക്ക് എത്തുമോ എന്ന് സംശയം. രാവിലെ മുതൽ വലിയ ക്യൂ ആയിരുന്നു പല ബൂത്തുകളിലും. പ്രശ്നബാധിത ബൂത്തുകളിൽ യന്ത്രങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയതല്ലാതെ മനുഷ്യരാരും പ്രശ്നം ഉണ്ടാക്കിയതുമില്ല. ഏറെക്കുറെ സമാധാനപരമായിരുന്നു. ഏറെക്കുറെ ആയിരുന്നു. പക്ഷേ ഒരു 5-5:15 ആയപ്പോഴേക്കും ആ സമാധാനമൊക്കെ അങ്ങോട്ട് അവസാനിച്ച് പിന്നെ ആകെ മൊത്തം വെടിയും പുകയുമായിരുന്നു. വെണ്ണക്കരയിലല്ലേ? വെണ്ണക്കരയിൽ 48-ാം നമ്പർ ബൂത്തിൽ, അതുപോലെ തന്നെ 73-ാം നമ്പർ ബൂത്തിൽ സമാനമായ ഒരു സാധ്യത, ഒരു സുവർണാവസരം കാത്ത് വി.കെ. ശ്രീകണ്ഠൻ എം പിയും കൂട്ടരും കാത്തു നിന്നു. പക്ഷേ അവിടെ വോട്ട് ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചയാൾ അവിടെ എത്തിയില്ല. ഹരിദാസൻ എത്തിയില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ്. വെണ്ണക്കരയിൽ സംഭവിച്ചത് എന്താണ് എന്ന് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കണ്ടുവരാം. നമുക്ക് എല്ലാ ബൂത്തുകളിലേക്കും ഒരിക്കൽ കൂടി ഒരു ഓട്ടപ്രദർശനം നടത്തണം. 184 ബൂത്തുകളിൽ നിന്നും നമുക്കൊപ്പം റിപ്പോർട്ടർമാർ തത്സമയം ചേരുന്നുണ്ട്. ഓരോ ബൂത്തുകളിലെയും ഏറ്റവും ഒടുവിലത്തെ നില പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമ്മുടെ റിപ്പോർട്ടർമാർ അറിയിക്കുകയും ചെയ്യും. നമുക്ക് നോക്കാം എന്താണ് വെണ്ണക്കരയിൽ സംഭവിച്ചത്. വെണ്ണക്കരയിൽ രാഹുൽ ബൂത്തിനകത്ത് കയറി വോട്ട് അഭ്യർത്ഥിച്ചു എന്നാണ് BJPയുടെ ആരോപണം. BJP ജില്ലാ പ്രസിഡന്റ് ഇരട്ട വോട്ടുണ്ടെന്ന് ആരോപിച്ച് 73-ാം നമ്പർ ബൂത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി. പക്ഷേ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്തിയില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം. ചെറിയ വാക്കുതർക്കമുണ്ടായെങ്കിലും വലിയ കയ്യാങ്കളിയിലേക്കൊന്നും എത്തിയില്ല. അതിനുശേഷം കാര്യങ്ങൾ സമാധാനപരമായി തന്നെ നടന്നു. 73-ാം നമ്പർ ബൂത്തിലും വെണ്ണക്കരയിലെ ബൂത്തിലും ചെറിയ സംഘർഷ സാധ്യത മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ നമ്മുടെ റിപ്പോർട്ടർമാർ ഇപ്പോഴുമുണ്ട്. അതേസമയം തന്നെ 184 ബൂത്തുകളിലെ വിവരങ്ങളും റിപ്പോർട്ടർമാർ തത്സമയം പ്രേക്ഷകർക്കൊപ്പം എത്തിക്കും. ആദ്യം നമ്മൾ പോകുന്നത് മൂത്താന്തറയിലേക്കാണ്. മൂത്താന്തറയിലെ ബൂത്തിൽ നിന്നും നമുക്കൊപ്പം ഒരു R. റോഷിപ്പാൽ ചേരുന്നുണ്ട്. R. റോഷിപ്പാൽ ഇപ്പോൾ എവിടെയാണുള്ളത്? R. റോഷിപ്പാൽ നിൽക്കുന്ന ബൂത്തിലെ ക്യൂ എന്താണ്? അരുൺകുമാർ, ഞാൻ പാലക്കാട് നഗരത്തിലെ സുൽത്താൻപേട്ടയിലെ ഗവൺമെന്റ് LP സ്കൂൾ. ഇത് അങ്ങനെ ചർച്ചയാകാനുള്ള കാരണം BJP ജില്ലാ അധ്യക്ഷന് ഇരട്ട വോട്ടുണ്ടെന്ന പരാതിയുള്ള ഒരു ബൂത്ത് കൂടിയാണ്. ഹരിദാസൻ പട്ടാമ്പിയിൽ വോട്ട് നിലനിർത്തി ഈ ബൂത്തിലും വോട്ടർ പട്ടികയിൽ ഇടം നേടി. ഈ ബൂത്തിന് തൊട്ടടുത്ത് ഏതാണ്ട് 100 മീറ്റർ അപ്പുറത്ത് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ താമസിക്കുന്നു എന്ന് കാണിച്ചാണ്, ആ മേൽവിലാസം കാണിച്ചാണ് ഈ ബൂത്തിൽ വോട്ട് ചേർത്തത്. പക്ഷേ അത് തടയുമെന്ന് നേരത്തെ തന്നെ UDFും LDFും പ്രഖ്യാപിച്ചിരുന്നു. UDF പ്രവർത്തകർ UDF നിയമസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ വി.കെ. ശ്രീകണ്ഠൻ MP നേതൃത്വത്തിൽ സംഘടിച്ചു. പിന്നീട് പോലീസ് എത്തി സംഘർഷ സാധ്യത കണക്കിലെടുത്ത്. പക്ഷേ BJP ജില്ലാ അധ്യക്ഷൻ ഹരിദാസൻ മാത്രം വോട്ട് ചെയ്യാൻ എത്തിച്ചേർന്നില്ല. 6 മണിവരെ കാത്തിരുന്നു. പിന്നീട് UDF പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പിരിഞ്ഞുപോയി. പോലീസൊക്കെ ഇവിടെയുണ്ട്. അപ്പുറത്ത് കുറച്ച് BJP പ്രവർത്തകർ സംഘടിച്ചിരുന്നു. രണ്ടുപേരെയും ബൂത്തിൻ്റെ തൊട്ടടുത്ത് 100 മീറ്റർ അപ്പുറത്തേക്ക് പോലീസ് മാറ്റി നിർത്തി. അവിടെ ചെറിയൊരു വാക്കുതർക്കമുണ്ടായിരുന്നു. വി.കെ. ശ്രീകണ്ഠൻ MP പോലീസ് BJP പ്രവർത്തകരെ മാറ്റുന്നില്ല എന്നാരോപിച്ചായിരുന്നു അങ്ങനെ ഒരു വാക്കുതർക്കമുണ്ടായത്. ഏതായാലും ഇപ്പോൾ പോളിംഗ് അവസാനിച്ചു. പ്രവർത്തകരൊക്കെ പിരിഞ്ഞുപോയി. പക്ഷേ ഇവിടെ പോലീസുണ്ട്. കാരണം ബൂത്ത് ഏജന്റ് പുറത്തു വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു ആശങ്ക UDF സ്കൂളിൽ ഹരിദാസൻ വോട്ട് ചെയ്യാമെന്ന് കരുതിയ പോളിംഗ് ബൂത്തിൽ വോട്ടർമാരുടെ ക്യൂ ഉണ്ടോ, അതോ പോളിംഗ് പൂർണ്ണമായും അവസാനിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞോ?
അരുൺകുമാർ, ഇവിടെ പോളിംഗ് അവസാനിച്ചു. ഏതാണ്ട് നേരത്തെ നമ്മൾ കണക്ക് പരിശോധിച്ചപ്പോൾ 65% അപ്പുറത്തേക്ക് പോളിംഗ് കടന്നിരുന്നില്ല. ഏതായാലും പോളിംഗ് പൂർണ്ണമായി അവസാനിച്ചു. ഗേറ്റ് അടച്ചു. പോളിംഗ് ബൂത്തിനകത്ത് ഒരു വോട്ടർ പോലും അവശേഷിക്കുന്നില്ല. വളരെ നേരത്തെ തന്നെ അവിടെ ക്യൂ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യമായിരുന്നു. ഇവിടെ ഇങ്ങനെ ചർച്ചയായത് ഈ ഹരിദാസന്റെ വോട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത് ഇരട്ട വോട്ട് എന്ന ആരോപണം ഉയരുന്നു. ഹരിദാസനോട് വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല, അപ്പോൾ വോട്ട് വേണ്ടെന്ന് വെച്ചോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. ഹരിദാസന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകണം. മാത്രമല്ല ഹരിദാസൻ തൊട്ടപ്പുറത്ത് അടുത്തെവിടെയാണ് ഓഫീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റോഷി ആ ഭാഗത്ത് എവിടെയല്ലേ BJP? നമുക്ക് ഹരിദാസന്റെ പ്രതികരണം വേണം. എന്തുകൊണ്ട് ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്തിയില്ല? ഹരിദാസൻ നേരത്തെ പറഞ്ഞത് നിയമപരമായിട്ടാണ് തന്റെ വോട്ട് ചേർത്തിരിക്കുന്നത് എന്നാണ്. പക്ഷേ ഹരിദാസൻ എന്നാണ് മനസ്സിലാക്കാൻ ഓഫീസിലില്ല. ശരി, അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് വീണ്ടും കിട്ടും.